വിദ്യാഭ്യാസത്തിന്റെ മഹാത്മ്യം ബഹിരാകാശത്തോളം എത്തി നിൽക്കുന്ന കാലമാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ പോലെ പഠിക്കേണ്ടതും പകർത്തേണ്ടതുമായ മാതൃകകൾ നിരവധി. ഇക്കാലത്തും സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്ത കൽപ്പിക്കുന്ന അതിർവരമ്പ് എവിടെയാണ്? പുരുഷ മേധാവിത്വം നിർണയിക്കുന്ന അതിർവരമ്പിനുള്ളിൽ ശ്വാസം മുട്ടി നിന്ന് പഠിക്കാനാവുമോ മുസ്ലിം സ്ത്രീകൾക്ക്? കടുപ്പംകുറിച്ച് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ചർച്ചയിൽ നമ്മോടൊപ്പം മാധ്യമപ്രവർത്തകൻ ഒ അബ്ദുള്ള, അഡ്വക്കേറ്റ് ബബില ഉമർ ഖാൻ, ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുക്കൂർ സലാഹി തുടങ്ങിയവരുണ്ട്. സ്വാഗതം കടുപ്പംകുറിച്ചിലേക്ക്. സമസ്ത കേരള ജമീയത്തുൽ ഉലമ സ്ത്രീ വിദ്യാഭ്യാസത്തിന് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സമസ്ത കേരള ജമീയത്തുൽ ഉലമ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ സ്ത്രീ വിദ്യാഭ്യാസം നൽകപ്പെടുമ്പോൾ അതിൽ പ്രത്യേകമാവുന്നതായ അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കൊണ്ടിട്ട് മാത്രമേ അത് നൽകപ്പെടാൻ പാടുള്ളൂ. അപ്പം സ്ത്രീ വിദ്യാഭ്യാസം എന്നുള്ളത് ഇവിടെ എതിർക്കപ്പെടേണ്ട ഒന്നല്ല. പക്ഷേ സ്ത്രീ വിദ്യാഭ്യാസത്തിലേക്ക് പ്രത്യേകമാവുന്നതായ അതിൻ്റെ അതിർവരമ്പുകൾ, വിശുദ്ധമാവുന്ന ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതുകൊണ്ട് മാത്രമേ പാടുള്ളൂ. അതും സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഏറ്റവും മഹത്താവുന്ന പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. ശ്രീമതി ബബില, എന്ത് തോന്നുന്നു? ഇത്തരം ചില പ്രത്യേക മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്ന് പഠിക്കേണ്ടതും വളരേണ്ടതുമാണോ മുസ്ലിം സ്ത്രീകൾ? സുപ്രീം കോടതി അഭിഭാഷകയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഇതുപോലെ ചില അതിർവരമ്പുകൾ വന്നിട്ടുണ്ടോ? എനിക്ക് എന്തായാലും അതിർവരമ്പുകൾ വന്നിട്ടുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും ഞാൻ ഈ മതത്തിൽ തന്നെ പർട്ടിക്കുലർ മതത്തിൽ തന്നെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു ആളാണ്. അപ്പം ശരിക്കും പെട്ടു എന്ന് തന്നെ പറയണം ഇതൊക്കെ കേൾക്കുമ്പോൾ. കാരണം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഇപ്പോഴും സെക്യുലർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓരോരോ റിലീജിയസ് ആയിട്ടുള്ള ആളുകളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തു പറയാനാ? പിന്നെ പ്രത്യേകിച്ച് ഇതേപോലെ പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്നുള്ള വേർതിരിവ് അത് കഴിഞ്ഞ് വന്നു. അതിൽ നിന്നൊക്കെ ഉണർന്നിട്ട് നമ്മൾ പഠിച്ച് ഇതുവരെയൊക്കെ എത്തി കഴിയുമ്പോഴും ഇപ്പോഴും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ആൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പോലും തെറ്റായിട്ടിരിക്കുന്ന അല്ലെ കുറവായിട്ട് കാണേണ്ട ഒരു സമൂഹത്തില് പെൺകുട്ടികളെ വീണ്ടും മാനദണ്ഡങ്ങൾ വെച്ചിട്ട് കുറവാണ്, കൂടുതലാണ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അതിനെ കുറച്ച് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ആർട്ടിക്കിൾ 25 to 28 എന്തായാലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് റിലീജിയസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള മുന്നോട്ടുള്ള ഈ പറയുന്ന പോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ ആണ്. അത് വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും യാതൊരു അതിർവരമ്പുകളും വെക്കുന്നതായിട്ടുള്ള ഒരു പ്രൊഫഷൻ ആയിട്ടല്ല വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അറിയില്ല എങ്ങനെയാണ് ഇങ്ങനത്തെ ഓരോരോ സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ പറ്റുന്ന ഓരോരുത്തർക്കും എന്നുള്ളത്. തീർച്ചയായും. ശ്രീ ഷുക്കൂർ സല, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തായിരിക്കും ഈ ജിഫ്രി തങ്ങൾ ഉദ്ദേശിച്ച ഈ മാനദണ്ഡങ്ങൾ എന്നാണ് തോന്നുന്നത്? സ്ത്രീ പുരുഷ വിദ്യാഭ്യാസ രംഗത്ത് ജിഫ്രി തങ്ങൾ പറഞ്ഞതിനേക്കാളേറെ എനിക്ക് തോന്നുന്നത് ബബില മാം പറഞ്ഞതിൽ അദ്ദേഹത്തിനുണ്ടായ ചില തെറ്റിദ്ധാരണകളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കടന്നു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായി എന്തൊക്കെയോ അതിർവരമ്പുകൾ ഉണ്ടാക്കി അതിന്റെ ഭീകരതയിൽ ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന രൂപത്തിലാണ്, ധ്വനിപ്പിക്കുന്ന രൂപത്തിലാണ് മാഡത്തിന്റെ സംസാരം കേട്ടപ്പോൾ തോന്നിയത്. യഥാർത്ഥത്തിൽ ഇസ്ലാം സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിൽ യാതൊരു അതിർവരമ്പുകളും വെക്കുന്ന ഒരു മതമല്ല. ധാർമ്മിക മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു പുരുഷൻ ഏതൊക്കെ മേഖലകളിലൂടെ കടന്നു പോകാൻ കഴിയുമോ ആ മേഖലകളിലെല്ലാം സ്ത്രീകൾക്കും കടന്നു പോകാൻ നേടാൻ കഴിയും എന്ന് പഠിപ്പിക്കുന്ന വളർന്ന ഈ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇത്തരമൊരു തെറ്റിദ്ധാരണ സമൂഹത്തിന്റെ മുന്നിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ തങ്ങൾ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് അംഗീകാരം നൽകുന്നു, സമസ്ത അംഗീകാരം നൽകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അംഗീകാരം ഒരു സമസ്തയോ സംഘടനയോ ഒരു നേതാക്കളോ നൽകേണ്ടതല്ലല്ലോ, അത് സ്ത്രീയുടെ അവകാശമല്ലേ? ആദ്യം ഇത് വിദ്യാഭ്യാസത്തിലല്ല, ആദ്യം ഇത് വസ്ത്രത്തിൽ കുടുക്കിയിടാൻ വേണ്ടി ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം വിദ്യാഭ്യാസത്തിൽ മാനദണ്ഡം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. സമസ്ത പോലെയുള്ള ഒരു ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബബ്ല ഉമർ ഖാൻ അല്ല ഇതാദ്യമായിട്ട് പറയുന്നത്. മാഡത്തിന് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഒരു ചരിത്രത്തെ സംബന്ധിച്ചുള്ള ഒരു അവഗാഹപ്രവ വിഷയത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കേരളീയ മുസ്ലിം, ഞാൻ ഈ ആദ്യം പറഞ്ഞ വിഷയം ഒറ്റ വചനത്തിൽ അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമിൽ
സ്ത്രീകൾക്ക് ഏതൊക്കെ രൂപത്തിൽ വിദ്യാഭ്യാസം നേടാൻ കഴിയും, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഏതൊക്കെ രൂപത്തിൽ വിദ്യാഭ്യാസം നേടാൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ച് അവർക്ക് മതപരമായ മൂല്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ഏത് മേഖലകളിലും വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകാൻ ഒരു തടസ്സവും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല എന്നതാണ് ഒന്നാമതായി എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം. രണ്ടാമതായി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് സമസ്ത പോലുള്ള ഒരു സംഘടനയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്നാണ് മാഡം സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഈ കേരളത്തിന്റെ പശ്ചാത്തലം, കേരളത്തിലെ നവോത്ഥാന പശ്ചാത്തലം വളരെ വ്യാപകമായി കടന്നു വരുന്ന ഒരു നൂറ്റാണ്ട് കാലഘട്ടമായി. കേരളത്തിലെ മുസ്ലിം സംഘടനകൾ, മുജാഹിദ് പ്രസ്ഥാനങ്ങളായിരുന്നാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയായിരുന്നാലും ഒരു നൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യമാണ് ആ സംഘടനകൾക്കെല്ലാം ഉള്ളത്. ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം, യഥാർത്ഥത്തിൽ 1930 സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടതിന് ശേഷം എന്റെ കയ്യിൽ വളരെ കൃത്യമായി സമസ്ത പാസാക്കിയ സമ്മേളനങ്ങളിലെ പ്രമേയങ്ങൾ 100-ാം വാർഷികം അവർ ആഘോഷിക്കാൻ തീരുമാനിച്ചൊരു സമയത്താണ് ഇപ്പോഴുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1930 മണ്ണാർക്കാട് ഒരു വാർഷിക സമ്മേളനം സംഘടിപ്പിക്കുകയും ഇപ്പൊ 100-ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്നു. ഇവരുടെ 4-ാം വാർഷിക സമ്മേളനത്തിൽ സമസ്ത പാസാക്കിയ പ്രമേയം സ്ത്രീകൾ കയ്യെഴുത്തു പഠിക്കുന്നത് മതവിരുദ്ധമാണ് എന്ന് യോഗം തീരുമാനിക്കുന്നുവെന്ന് സമസ്ത എന്ന സംഘടന ഔദ്യോഗികമായി പ്രമേയം പാസാക്കിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. പിന്നീട് ഞാൻ ദീർഘമായി വിശദീകരിക്കുന്നില്ല. ഒരുപാട് കാലഘട്ടങ്ങൾ കഴിഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനം സംഘടനകളുടെ, നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പോരാട്ടങ്ങളുടെ ഫലമായി സമൂഹം പുരോഗമിക്കുകയും വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോവുകയും ചെയ്തു. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ രംഗത്തിൽ പ്രത്യേകിച്ചും കേരളം വളരെ വലിയ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് തുല്യതയില്ലാത്ത മുന്നോട്ട് യാത്രകൾ നടത്താൻ കഴിഞ്ഞ ഒരു കാലമായിരുന്നു. സ്വാഭാവികമായും സമസ്തയെ പോലെ കേരളത്തിനിടയിൽ ജീവിക്കുന്ന ഒരു സംഘടനയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എന്നാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ത്രീ വിദ്യാഭ്യാസങ്ങൾക്ക് വ്യാപകമായ ഒരു പ്രചാരണം നൽകി തുടങ്ങിയത്. യഥാർത്ഥത്തിൽ ഇന്ന് സമസ്തക്കുള്ളിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ പോലും അവരുടെ ഈ വീക്ഷണ വ്യത്യാസങ്ങളിൽ നിന്നുണ്ടായതാണ്. സമസ്ത വിദ്യാഭ്യാസ രംഗത്ത്, സമസ്ത സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിച്ച നിലപാട് വിശ്വസിക്കുന്ന, ശരിയാണെന്ന് അംഗീകരിക്കുന്ന ഒരു വിഭാഗവും അതോടൊപ്പം കേരളത്തിലെ മുസ്ലിം സമുദായം നേടിയെടുത്ത പുരോഗതികൾക്കൊപ്പം സഞ്ചരിക്കണം എന്ന് വിചാരിക്കുന്ന മറ്റൊരു വിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് യഥാർത്ഥത്തിൽ സമസ്തക്കുള്ളിൽ നടക്കുന്ന പ്രതിസന്ധികൾ പോലും എന്നാണ് നാം ഈ വിഷയത്തെ നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അത് മറ്റുള്ളവരുടെ തലയിലേക്ക് ഇത്തരം വിഷയങ്ങളിൽ രക്ഷപ്പെടാനാണ് അവർ ശ്രമിക്കുന്നത്. ശ്രീ ഒ അബ്ദുള്ള, ജിഫ്രി തങ്ങളുടെ നിലപാടിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഇപ്പോഴും കാലം എത്ര മാറിയിട്ടും ഒരു നിലപാട് എടുക്കുന്നതിൽ ഇപ്പോഴും സംസ്ഥയ്ക്കും അല്ലെങ്കിൽ ജിഫ്രി തങ്ങളെ പോലുള്ള നേതാക്കന്മാർക്കും ഇപ്പോഴും സ്ത്രീകൾക്ക് എപ്പോഴും സ്ത്രീകൾ മുന്നോട്ട് വരരുത് എന്നുള്ള ഒരു നിലപാട് എവിടെയൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ജിഫ്രി ടേൺസ് ദ ക്ലോക്ക് ബാക്ക് എന്ന് അതിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം ഘടികാരത്തിലെ സൂചി പിറകോട്ട് പിടിച്ചു വലിക്കുക ഒരിക്കലും തന്നെ അനുഭവിക്കാൻ കഴിയുന്നതല്ല. ഇത്തരത്തിലുള്ള ആൾക്കാർ ഇടക്കിടക്ക് പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം വിവരക്കേടുകൾ വിളമ്പാൻ വേണ്ടിയാണ്. പറയല്ല നിർത്തിയില്ല. ജിഫ്രി തങ്ങളുടെ പ്രായത്തിനോടും അദ്ദേഹത്തിന്റെ അറിവിനോടും ഒക്കെയുള്ള ബഹുമാനത്തോടൊപ്പം തന്നെ എന്ത് കാരണത്താൽ, എന്ത് അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ വചനങ്ങൾ, ഒന്നുകിൽ ദൈവത്തിന്റെ വിശുദ്ധ ഖുർആനിലുള്ള വചനങ്ങൾ, അല്ലെങ്കിൽ പ്രവാചകന്റെ വചനങ്ങൾ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ ജീവിത രീതി, ഇത് ഒന്നും തന്നെ അദ്ദേഹത്തിന് ഉദ്ധരിക്കാൻ കഴിയില്ല. തൊലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, വിദ്യ അന്വേഷിക്കുക, തേടുക, അത് ആർജിക്കുക എന്നത് എല്ലാ മുസ്ലിമായ ആണിന്റെയും പെണ്ണിന്റെയും ബാധ്യതയാണെന്ന് പ്രവാചകൻ പറയുമ്പോൾ ജിഫ്രി മുത്തുകോയ തങ്ങൾ അദ്ദേഹത്തെ ഈ പ്രവാചകന്റെ അനന്തരവനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇമാതിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിനെ പറയേണ്ടത്? അറബി ഭാഷ പറയുകയാണെങ്കിൽ ഫർമുഹിൽ ഹൈത്തുന്ന ഇമാം ഷാഫി പറഞ്ഞൊരു വാചകമാണത്. അതിലേക്ക് വലിച്ചെറിയ വാചകങ്ങൾ, അതിനൊന്നും വേണ്ടത്ര നമ്മൾ കവറിങ് തന്നെ കൊടുക്കാൻ പാടില്ല, അപ്രസക്തമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ എത്ര പണ്ഡിതകളുണ്ട്. പ്രവാചകന്റെ ഭാര്യ ആയിഷ, അവരെങ്ങനെ ഇത്രയും വലിയ വിദുഷിയത്? കേട്ട് പഠിച്ചും അതിനായിട്ട് അന്വേഷിച്ചും ബസ്രയിൽ വരെ അക്കാലത്ത് യാത്ര ചെയ്യാൻ വളരെ പ്രയാസമുള്ള കാലത്ത് ഒരു വചനം, പ്രവാചകന്റേതായ ഒരു വചനമുണ്ടെന്ന് കേട്ടിട്ട് അത്രയും കിലോമീറ്ററുകളോളം സഞ്ചരിച്ചതൊക്കെ ആർജിച്ചു വന്ന സ്ത്രീയാണിത്. പിന്നെ ചൈനയിൽ പോയിട്ടെങ്കിലും പഠിക്കൂ. പിന്നെ ഉത്തരബിസീൻ, അക്കാലത്ത് ചൈന വളരെ അകന്നുണ്ടാ. പക്ഷെ ഇക്കാലത്തും ചൈനയിൽ തന്നെ നമ്മൾ പോയി പഠിക്കേണ്ടത്. പല കാര്യത്തിലും അറിവിന്റെ കാര്യത്തിൽ അവർ വളരെ മുമ്പന്തിയില്ല. അത് എല്ലാവർക്കും ബാധകമായിട്ടാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ ഉണ്ടായിരിക്കെ സ്ത്രീകൾ വലിയ തോതിൽ മുന്നേറ്റം നടത്തുകയും ചെയ്യുമ്പോൾ ചില നിബന്ധനകൾക്ക് വിധേയമാണ്. സ്ത്രീകൾക്ക് നിബന്ധനകളുണ്ട്, പുരുഷന്മാർക്ക് അവരുടേതായ നിബന്ധനകളുണ്ട്. അതിപ്പം വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ കുല്ലിൽ മുഅ്മിനീന യഗ്ളുദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും,
ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു പെൺകുട്ടി മുന്നിൽ വരികയാണെങ്കിൽ അങ്ങോട്ട് ദൃഷ്ടി ലക്കൻ നിലനിർത്തലൂല, ഒരു നോട്ടം നോക്കുക എന്നല്ലാതെ അങ്ങോട്ട് തറച്ച് നോക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്ത്രീ പുരുഷനെ നോക്കാൻ പാടില്ല എന്നത് ഒഴിച്ച് നിർത്തിയാൽ ഇത് രണ്ടു കൂട്ടർക്കും ബാധകമാണ്. അല്ലാതെ ഒരു കൂട്ടർ പിന്നെ പുരുഷന്മാർ അതിൽ വരുമെന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ പോകാൻ പാടില്ല, കോളേജിൽ പോകാൻ പാടില്ല എന്നുള്ളത് വിവരക്കേടെന്ന് അതിന് പറയേണ്ടത്. ഇതെന്താ പറയുക, മുസ്ലിം സമുദായത്തിലെ ഈ യാഥാസ്ഥിക വിഭാഗം അവർക്കൊരു തങ്ങന്മാരെ എവിടെയെങ്കിലും ഒന്ന് സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് എന്നിട്ട് എന്തും ചെയ്യാം, എന്ത് നെറികേടും ചെയ്യാം, ഇസ്ലാം വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യാം. തങ്ങൾ ഈ തങ്ങൾമാർക്ക് അതുപോലത്തെ സ്ഥാനം ഇസ്ലാമിൽ ഇല്ല. പ്രവാചകന്റെ വഫാത്ത് മരണത്തിന് ശേഷം ഒരു തങ്ങളെ അല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആളെ അല്ല പ്രവാചകൻ അനന്തരമായിട്ട് ഖലീഫയായിട്ട് എടുത്തത്. അബൂബക്കർ അദ്ദേഹത്തിന് ആ ഗോത്രത്തിൽപ്പെട്ട ആളല്ല. രണ്ടാമത്തെ എടുക്കുന്ന ഉമർ അതിൽപ്പെട്ട ആളല്ല. ഉസ്മാൻ അതിൽപ്പെട്ട ആളല്ല. പിന്നീട് അലി വന്നു, പ്രശ്നങ്ങൾ ഉണ്ടായി ചെയ്തു. അപ്പൊ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചരിത്രം പഠിച്ചുകൊണ്ട് കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹം. നമുക്ക് തിരിച്ചു വരാം. ശ്രീ ഷുക്കൂർ സലാഹി, തങ്ങൾ എടുത്ത് പറയുന്ന ഒരു കാര്യം, അറബിക് കോളേജുകൾ ഉണ്ടല്ലോ, അത്തരം സ്ത്രീകൾക്ക് പ്രത്യേകമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ എന്ന് തങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമാണോ സ്ത്രീകൾ അപ്പോൾ പഠിക്കേണ്ടത്, ബാക്കി കാര്യങ്ങളൊന്നും പഠിക്കേണ്ട എന്നുള്ള ഒരു അർത്ഥം കൂടി അതിനുണ്ടോ? എന്ത് തോന്നുന്നു? അതിലെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോ സാഹിബ് തുടക്കത്തിൽ സൂചിപ്പിച്ച വാചകങ്ങൾ പോലെ തന്നെ സമസ്തയുടെ ഇതുപര്യന്തമുള്ള ചരിത്രത്തിൽ മുസ്ലിം നവോത്ഥാന രംഗത്ത് സമസ്ത എന്ന സംഘടന സ്വീകരിച്ച നിലപാടുകൾ, നവോത്ഥാന രംഗത്ത് മുസ്ലിം പരിഷ്കരണ പ്രവർത്തന രംഗങ്ങളിൽ ആ സംഘടന സ്വീകരിച്ച നിലപാടുകളെല്ലാം ഒരു പിന്തിരിപ്പ നിലപാടുകളായിരുന്നു എന്നത് ആർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. പിൽക്കാലഘട്ടത്തിൽ സമുദായ പുരോഗതികളിലേക്ക് ആ രൂപത്തിലുള്ള നിലപാടുകളായിരുന്നു സ്വീകരിച്ചിരുന്നത്. സമുദായത്തിലെ പരിഷ്കരണവാദികളായ പണ്ഡിതന്മാർ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ വിദ്യാഭ്യാസ രംഗത്ത് സമുന്നതമായ നേതൃത്വം നൽകിയ മഹാവ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ 1920കളിലെ കേരള മുസ്ലിം ഐക്യ സംഘവും 1924 രൂപീകരിക്കപ്പെട്ട കേരള ജമിയത്തുലമയുടെയും നേതൃത്വത്തിലാണ് 1930കൾക്ക് ശേഷമാണ് മലബാറിലെ വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. ആ സമയം സമസ്ത സ്വീകരിച്ചു 1970കൾ വരെ സമസ്ത സ്ത്രീ വിദ്യാഭ്യാസത്തിന് വലിയ ശക്തമായി എതിരെ നിന്ന സംഘടനയാണ്. ഒരിക്കലും സ്ത്രീകൾ കയ്യെഴുത്തു പഠിക്കാൻ പാടില്ല എന്നും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഉദ്ധരിച്ചും പ്രവാചകന്റെ ഹദീസുകളും ആയത്തുകളും ദുർവ്യാഖ്യാനിച്ച് സമൂഹത്തിന് മുന്നിൽ സംസാരിച്ചൊരു സംഘടനയാണ്. മണിക്കൂറുകൾ എടുത്ത് വിശദീകരിച്ചാലും തീരാത്ത അവരുടെ ഗ്രന്ഥങ്ങൾ, പഴയ ഫത്വകൾ, സമ്മേളനങ്ങളിലെ പ്രമേയങ്ങൾ, ആ പ്രമേയങ്ങളെല്ലാം നമുക്ക് മുന്നിലുണ്ട്. എപ്പോഴാണ് സമസ്ത മാറിയത്? സമസ്ത പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് മാറിയോ? ഇല്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് ജിഫ്രി തങ്ങളുടെ പ്രസ്താവന. ജിഫ്രി തങ്ങൾക്ക് എങ്ങനെയാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരെ സംസാരിക്കാൻ സാധിക്കുന്നത്? അവരുടെ നിലപാടുകൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ്. എന്നാൽ അതിൽ നിന്ന് മാറി പുരോഗമനപരമായ ആശയങ്ങളിലേക്ക് മുസ്ലിം സമുദായം സഞ്ചരിച്ചപ്പോൾ കൂടെ നടന്ന ആളുകൾ, അവരാണ് സമസ്തക്കുള്ളിൽ സ്ത്രീ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയും സ്ത്രീകൾക്കുള്ള കോളേജുകളും വനിതാ കോളേജുകളും ഒക്കെ സ്ഥാപിക്കുകയും ചെയ്തത്. ഇപ്പോഴും സ്ത്രീകൾ അങ്ങനെ മാത്രം പഠിക്കേണ്ടവരാണ് എന്ന ആശയമൊന്നും ഇവിടുത്തെ നവോത്ഥാന സംഘടനകൾക്കോ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനോ ഒന്നുമില്ല. അവർക്ക് വിശദമായി പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയുള്ള മുജാഹിദ് സംഘടനകൾക്കുണ്ട്, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾക്കുണ്ട്. സമസ്ത തന്നെ നടത്തുന്ന സ്കൂളുകൾ കേരളത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ഈ പിന്തിരിപ്പൻ ആശയം പലപ്പോഴും അവരെ പിന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് മാത്രമല്ല, അത് സമസ്തയുടെ ഒരു പിന്തിരിപ്പൻ നിലപാടായിട്ടല്ലാതെ സമുദായത്തിന്റെയോ അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന്റെയോ മതത്തിന്റെയോ ഒരു ആശയമായി പറയാൻ കഴിയുന്ന ഒന്നല്ല അത്. തീർച്ചയായും. ശ്രീമതി ബബില അഡ്വക്കേറ്റ് ആണ്, ഈ മുസ്ലിം മതത്തെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അതിർവരമ്പുകളും മാനദണ്ഡങ്ങളും ഒക്കെ കഴിഞ്ഞ് തന്നെ ആയിരിക്കണം എത്തിയിട്ടുണ്ടാവുക. എന്തൊക്കെയായിരുന്നു അത്തരം അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാമോ? ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രം, മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട് മാത്രം നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ. ഷുക്കൂർ സാറോട് ഏറ്റവും ബഹുമാനത്തിൽ തന്നെ ആദ്യം തന്നെ സാറ് പറഞ്ഞു, എനിക്ക് ഇതിനെ കുറിച്ചിട്ടോ മതത്തിനെ കുറിച്ചിട്ടോ ഒന്നും അറിയാത്തത് കൊണ്ടായിരിക്കാം മേ ബി ഇതുപോലെ പറയുന്നത് എന്ന് പറഞ്ഞു. ഏറ്റവും നല്ലവണ്ണം മതത്തിന്റെ യാതൊരു മാനദണ്ഡങ്ങളും എന്നെ ബാധിക്കാത്തത്, ഞാൻ മതത്തിന്റെ യാതൊരു കാര്യത്തിനും അവരോട് സംസ്ഥയായിക്കോട്ടെ ഏതൊരു മുന്നോട്ട് വന്നിട്ടുള്ള എന്താ പറയുക കമ്മ്യൂണിറ്റിയിലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലായിക്കോട്ടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും പോയിട്ട് അവരുടെ യാതൊരു മെറിറ്റും ചോദിച്ചു നിൽക്കാതെ വിദ്യാഭ്യാസത്തിന് സ്വന്തം കഴിവുകൊണ്ട് തന്നെ നേടിയെടുത്തത് കൊണ്ടായിരിക്കാം മേ ബി എനിക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും പഠിക്കേണ്ടി വരാതിരുന്നത്. ഇതുപോലെ എന്നെ പോലെയുള്ള ഈ മതത്തിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഇതുപോലെ മെറിറ്റും കാര്യങ്ങളും എഡ്യൂക്കേഷനും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവട്ടെ. കാരണം എന്തെങ്കിലും മാനദണ്ഡങ്ങൾ
സ്വീകരിക്കേണ്ടി, അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ സ്വീകരിക്കേണ്ടി വരുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഇതുവരെ നടന്നതിൽ എനിക്ക് ഹെൽപ്പൊന്നും ഇവരതൊന്നും ആരതും ആവശ്യമില്ലാത്തത് കൊണ്ട് വളരെ നല്ലവണ്ണം വിദ്യാഭ്യാസം മുന്നോട്ട് പോയി എന്ന് വേണം പറയാൻ. അഥവാ ഇതിലേക്ക് മീൻസ് ഇതുപോലെയുള്ള സംഘടനകളിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ ഏതൊരു പെൺകുട്ടിയെയും പോലെ തന്നെ വിദ്യാഭ്യാസത്തിന് മുന്നോട്ട് കാണേണ്ട ഒരു പ്രായമാകുമ്പോഴത്തേന് ഇവരുടെയൊക്കെ ഇതിലേക്ക് നമ്മളും പോയിട്ടുണ്ടായിരുന്നു. ഫോംസ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു. ഇവരെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ നേതാക്കന്മാരാണോ, ഇവരെ സപ്പോർട്ട് ആവുന്നതാണോ എന്നുള്ളതാണ്. വീട്ടുകാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഈ പറയുന്ന സംഘടനേനെ പ്രസ്തുത ഇൻസ്റ്റിറ്റ്യൂഷന് ഏതെങ്കിലും വിധത്തിൽ സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ അവര് നമ്മൾക്ക് ഈ പറയുന്ന നമ്മൾ ചോദിക്കുന്നതായിട്ടുള്ള ഹെൽപ്പൊക്കെ അവർ തരുന്നുള്ളൂ. അങ്ങനെയൊക്കെ നോക്കിയിട്ടും കണ്ടിട്ടും തരുന്ന ആ ഒരു ആരുടെയും ഔദാര്യത്തിന് നിന്നിട്ട് ഒരു വിദ്യാഭ്യാസവും ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് തീരുമാനിച്ചത്. പഠിച്ചവനെ സഹായിച്ച് ഇന്ന് വരെ ഞാൻ ഇങ്ങനെ എത്തി നിൽക്കുന്നുണ്ട്. അതാണ് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് പറയാനുള്ളത്. പക്ഷെ എനിക്ക് മുന്നോട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വേസിൽ പറയുകയാണെങ്കിൽ ഇനിയും റിലീജിയസ് ആയിട്ടുള്ള യാതൊരു തടസ്സങ്ങളോ അല്ലെങ്കിൽ യാതൊരു എന്താ പറയുക ബുദ്ധിമുട്ടുകളോ നേരിടാതെ പെൺകുട്ടികളെ മുന്നോട്ട് വന്നിട്ട്, പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്ന് തിരിക്കണ്ട, അല്ലാതെ തന്നെ ജനറൽ ആയിട്ട് ഞാൻ പറയുകയാണ്, അത് സെക്യുലർ ആയിട്ടുള്ള ഒരു നാടാണ്, റിലീജിയസ് ആയിട്ട് പോലും തിരിക്കണ്ട, അവരെല്ലാവരും പഠിക്കട്ടെ. നമ്മൾക്ക് ആർട്ടിക്കിൾ 14 തന്നെ തരുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ആ സ്വാതന്ത്ര്യ പ്രകാരം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് അവകാശം തന്നെയാണ്. അത് ഭരണഘടനയുടെ ഉള്ളിൽ കൂടെ നമുക്ക് 14 വയസ്സ് വരെ നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് തരുന്ന നമ്മളുടെ അവകാശമാണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതിനെ അങ്ങനെ ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് തന്നെയാണ് എന്താ പറയാ വിചാരിക്കുന്നത്. ശ്രീ ഒ അബ്ദുള്ള, ഈ തങ്ങളുടെ ഈ പ്രസ്താവന വലിയ വിവാദമാവുമ്പോൾ തങ്ങളെ എതിർത്ത് സംസാരിക്കുന്നവരൊക്കെ ഈ മതത്തിനെതിരെയാണ് സംസാരിക്കുന്നത് എന്ന തരത്തിൽ വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? ഈ തങ്ങളുടെ പ്രസ്താവന എതിർക്കുന്നത് ഒരിക്കലും ഒരു മതത്തെ എതിർക്കുന്നതല്ലല്ലോ. അല്ല, അവരോട് പറയാനുള്ളത് അങ്ങനെ പരസ്യമായി പറഞ്ഞൂടാ, അത്രയും മോശമായ ഒന്നാണ് പറയേണ്ടത്. ഏതായാലും നമ്മളോട് ഷട്ടപ്പ് യുവർ മൗത്ത് നമ്മൾ പറയാം, ഇംഗ്ലീഷ് പറയാന്നൊക്കെ സ്കൂത്ത്, അറബി പറയാമെങ്കിൽ സ്കൂത്ത് നീ മുണ്ടായിരിക്കുക എന്ന് പറയാം. എന്നാലും ഇപ്പം എന്താ പറയേണ്ടത്? ഇമാതിരി വിവരക്കേട് ഈ നൂറ്റാണ്ടിലാണെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത് ആൾക്കാർ, ഒരു സദസ്സിൽ കുറേ തൊപ്പിയിട്ട കുറേ താടിക്കാരായ കുറേ ആൾക്കാർ, അദ്ദേഹം ഈ കേരളീയ സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം ആൾക്കാരുടെ സംഘടനയുടെ തലവനാണ്. പക്ഷെ അവർ പോലും അത് അംഗീകരിക്കുന്നില്ല. ഞാനിന്ന് ഈ വിഷയം ടോപ്പിക് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ച സംഗതി ഒരേ ഒരു സംഗതിയാണ്. ഈ സമസ്തയുടെ ഷൂറയിലും മറ്റും പെട്ടവരുടെ കുട്ടികൾ, പെൺകുട്ടികൾ മെഡിക്കൽ കോളേജുകളിൽ, പല മെഡിക്കൽ കോളേജിലും പഠിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അന്വേഷിച്ചാൽ ഉണ്ട് എന്ന മറുപടി കിട്ടി. ഉണ്ട് എന്നാണ്. എൻ്റെ മകൻ മെഡിസിൻ പഠിച്ചത് മംഗലാപുരത്താണ്. അവിടെ അവൻ്റെ കൂടെ പഠിക്കാൻ പെൺകുട്ടികളുണ്ട്, സമസ്തയുടെ മക്കളാണ്, ഇല്ലാത്തവർക്ക് വരാൻ കഴിയും. ഞാൻ ഒരിക്കലൊരു ഇവരുടെ സ്റ്റേജിൽ പ്രസംഗിച്ചിറങ്ങി വരുമ്പോൾ ആ സ്റ്റേജിലെ പ്രധാനപ്പെട്ട എൻ്റെ ഉദ്ഘാടനം മറ്റൊന്നാണ്, ആളിൻ്റെ കൂടെ ഇറങ്ങി വന്നിട്ട് എൻ്റെ മകൾ മെഡിസിൻ പഠിക്കുന്നുണ്ട്, അവർക്ക് ഒരു ഭർത്താവിന് കിട്ടണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ ഓരോ കുട്ടികളെ മെഡിക്കൽ കോളേജിൽ അയക്കുകയും ആൺകുട്ടികളോടൊപ്പം മിക്സ് ചെയ്തുകൊണ്ട് അവർ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആളുകളുടെ മുമ്പിൽ ഒരിക്കൽ കൃത്രിമമായ ഒരു ദിവ്യത്വം പരിവേഷം, അപ്പോ എന്തായിരിക്കും ഇവരുടെ മക്കൾക്കൊക്കെ ഉയർന്ന വിദ്യാഭ്യാസം? അത് ശരിയായ തട്ടിപ്പ്, ശരിയായ തട്ടിപ്പ്. അതായത് സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തെ ആ അന്ധകാരത്തിൽ തളച്ചിട്ടുകൊണ്ട് മാത്രമേ മതപുരോഹിതന്മാർക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. ഇസ്ലാമിനെ പറ്റി മാത്രം ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ പൗരോഹിത്യം എന്നൊന്നില്ല. ലാ റഹ്ബാനിയത്ത ഫിൽ ഇസ്ലാം, പ്രവാചകന്റെ വചന. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. രണ്ടാൾ തമ്മിൽ വിവാഹം കഴിക്കണമെങ്കിൽ അവിടെ ഒരു പുരോഹിതം വേണ്ടതില്ല. മറ്റു പല മതങ്ങളിൽ അതുണ്ടാവും. ഈ പെൺകുട്ടിയുടെ ഭർത്താവ് അല്ലെങ്കിൽ പിന്നെ ഒരിക്കൽ വിവാഹം മോചിതയായ പെണ്ണാണെങ്കിൽ അവൾ തന്നെ മതി. പെൺകുട്ടിയുടെ പിതാവ് അല്ലെങ്കിൽ കൈകാര്യകർത്താവ്, ബ്രദർ, അതുപോലെ തന്നെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാര്യൻ, ഓരോ രണ്ടാൾ കൂടിയിരുന്ന് എൻ്റെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തന്നു, ഞാനത് സ്വീകരിച്ചു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതി. 60 കൊല്ലങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ പെണ്ണെട്ടിയവനെ ഞാൻ. എൻ്റെ പിന്നെ വൈഫിൻ്റെ ഫാദർ പറഞ്ഞു എൻ്റെ മകളെ ഞാൻ നിങ്ങൾക്ക് എല്ലാം കഴിച്ചു തന്നു, ഞാനത് സ്വീകരിച്ചു. 4 ആൺകുട്ടികളിലുണ്ട്, ഒരു കുഴപ്പമില്ലാത്ത. അവനെന്തിനാ ഇവര് പുരോഹിതനായിട്ട് സാന്നിധ്യം?
അതോടൊപ്പം ഞാൻ മതപരമായി ഞാൻ ഇത് വിളിച്ചു പറയാൻ പറ്റുന്നതല്ല, എല്ലാ നേരവും ജീവിതത്തിൽ ഓർമ്മ വെച്ച ശേഷം ഒരു നേരത്തെ നമസ്കാരം ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഞാൻ പാതിരക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളാണ്. മതപരമായ എല്ലാ പരമാവധി കാര്യങ്ങൾ ഞാൻ പാലിക്കുന്നത്. ഞാൻ മതത്തെ തള്ളി പറയുന്ന ആളല്ല, അത് അനുഷ്ഠിക്കുന്ന ആളാണ്. അതോടൊപ്പം ഇസ്ലാം ഇതിനൊക്കെ അനുകൂലമാണ് എന്ന് ഞാൻ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 28 കൊല്ലക്കാലം ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാഹിയ കോളേജിലെ ഖുർആൻ അധ്യാപകനായിരുന്നു. ഞാൻ അതിലൊന്നും യാതൊന്നും കണ്ടില്ല. അവരാരും അതിനൊരു വിലക്ക് പറഞ്ഞിട്ടില്ല. തിരിച്ചു വരാം. ശ്രീ ഷുക്കൂർ സലാ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെ സമസ്ത എല്ലാ കാലത്തും ഇത്തരം ഒരു പിന്തിരിപ്പൻ നിലപാടുകളാണ് സ്വീകരിച്ചതെന്ന് പറഞ്ഞു. ഇനി ഭാവിയിലെങ്കിലും ഇതിനൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും ഒരിക്കലും ഒരു പിന്തിരിപ്പൻ നിലപാടുകളുമായി നമുക്ക് സമൂഹത്തിൽ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന്റെ ഉദാഹരണം തന്നെയാണ് സമസ്തയും. കാരണം സമസ്ത തുടക്ക കാലഘട്ടങ്ങളിൽ സ്വീകരിച്ച ഓരോ നിലപാടുകളും നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ. നമുക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ പരിശോധിക്കാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസം മാത്രമല്ല, സ്ത്രീകളുടെ കയ്യെഴുത്തായിരുന്നാലും, മലയാള ഭാഷ പഠിക്കുന്നിടത്തായിരുന്നാലും, ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നിടത്തായാലും, അതേപോലെ മതവിദ്യാഭ്യാസങ്ങൾ നേടുന്നിടത്തായിരുന്നാലും ഒക്കെ സമസ്ത സ്വീകരിച്ചിരുന്ന നിലപാടുകൾ എന്തായിരുന്നുവെന്ന് ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇന്ന് ഒരു 5, 6, 7 പതിറ്റാണ്ടുകൾക്കിപ്പുറം സമസ്ത എന്ന സംഘടന പിന്നീട് മാറുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. മദ്രസകൾക്കെതിരായിരുന്നവർ 10,000-കണക്കിന് മദ്രസകളിലേക്ക് എത്തി. അവർ സമൂഹത്തിൽ മുന്നിൽ നടക്കാൻ തുടങ്ങി. പക്ഷേ ആ മുന്നിൽ നടക്കുന്നത് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പൗരോഹിത്യ വിഭാഗം അതിനുള്ളിൽ ശക്തമായി രംഗത്ത് വരികയും അവരാണ് യഥാർത്ഥത്തിൽ ഇന്ന് സമസ്തക്കുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് പൊതുസമൂഹത്തെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നത്. അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരിയുടെ, അതേപോലെ തന്നെ ബഹൗദ്ദീൻ നദ്വി അടക്കമുള്ള സമസ്തയിലെ പുരോഗമന ആശയക്കാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ സ്ത്രീ വിദ്യാഭ്യാസ രംഗത്തും അതേപോലെ സമന്വയ വിദ്യാഭ്യാസ രംഗത്തും പുരോഗതിയിലേക്ക് മുന്നോട്ട് പോകാൻ നിന്ന ഒരു സംഘടനയെ പിന്നോട്ട് വലിക്കാനും അതിനെ തടഞ്ഞു നിർത്താനും ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് തീർച്ചയായും സമസ്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതും പ്രതിസന്ധികൾ ഉടലെടുത്തതും. അതൊന്നും പുറത്തുള്ള മറ്റ് സംഘടനകളുടെ ഊരയിൽ ചാരി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് ഇന്നലെയും അവരുടെ നേതൃത്വത്തിന്റെ രൂപത്തിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമതായി എനിക്കിതിനോട് കൂട്ടിച്ചേർക്കാനുള്ള ഒരു വിഷയം, ഇതിനെ ഇസ്ലാം ഫോബിയ ബാധിച്ച ആളുകൾ ഇത്തരം വിമർശനങ്ങളെ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളായി രംഗത്ത് കൊണ്ടുവരാനുള്ള അവസരങ്ങളായി ഇതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഒരിക്കലും അത് അംഗീകരിക്കാനാവില്ല. കാരണം ഇസ്ലാം വിദ്യാഭ്യാസത്തിന് ഇസ്ലാമിനോളം പ്രാധാന്യം നൽകിയ ആശയങ്ങൾ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത്? സ്ത്രീ വിദ്യാഭ്യാസമായിരുന്നാലും പുരുഷ വിദ്യാഭ്യാസമായിരുന്നാലും അത് ധാർമ്മിക മൂല്യങ്ങൾ അനുസരിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നേടണം എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? ആ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന് പറയാത്ത ഏത് ഇസങ്ങളാണ് ലോകത്ത് നമുക്ക് കാണാൻ കഴിയുക? മാത്രമല്ല ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, നേരത്തെ അബ്ദുള്ള സാഹിബ് സൂചിപ്പിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. ഫിഖ്ഹിൽ, മതവിദ്യാഭ്യാസത്തിൽ, ഹദീസുകളിൽ, അതേപോലെ കവിതയിൽ, ഭാഷയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോളം സ്ഥാനമുള്ള മഹത്വമുള്ള ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ കഴിയില്ല. തീർച്ചയായും. പക്ഷെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, ഒരു കാര്യം കൂടി. ഇതുപോലെ സമസ്ത എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഇത്തരം നേതാക്കളൊക്കെ ഇതുപോലുള്ള ചില അതിർവരമ്പുകളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോകുന്ന ഒരുപാട് മുസ്ലിം സ്ത്രീകളുണ്ട്. അതിലെ എതിർപ്പൊന്നും ഇല്ലല്ലോ. കാരണം ഒരു മുസ്ലിം ഫാമിലിയിലുള്ള ഒരാള് ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകും സമസ്തയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് സ്വാഭാവികമായ ഒരു ചോദ്യം ഉയർന്നതല്ലേ? തീർച്ചയായും അതിനെതിരെയുള്ള ബോധവൽക്കരണങ്ങളാണ് സമൂഹത്തിൽ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എക്കാലഘട്ടത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്ത്രീകൾ കയ്യെഴുത്ത് പാടിക്കാൻ പാടില്ല എന്ന് ഒരു സംഘടന യോഗം കൂടി അവരുടെ അടിസ്ഥാനപരമായ തീരുമാനമായി പ്രമേയം പാസാക്കി 1930-ൽ. ആ സംഘടനയുടെ പേര് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നാണ്. 1956-ൽ അവരാ പ്രസ്താവന അവരുടെ മുഖപത്രത്തിൽ വീണ്ടും ഉറപ്പിച്ചു. ഇതിപ്പോ 100-ാം വാർഷികം ആഘോഷിക്കുന്നു. 60-ാം വാർഷികം ആഘോഷിച്ച സോവനീർ മലയാളത്തിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നതിനെ, കയ്യെഴുത്ത് പഠിക്കുന്നതിനെ അതിശക്തമായി വിരോധിച്ചു. പക്ഷെ ഇന്ന് 10,000-കണക്കിന് മുസ്ലിം സ്ത്രീകൾ ഓരോ വർഷവും വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അത് വെറുതെ ഉണ്ടായൊരു മാറ്റമല്ല. അത് അതിനെതിരെ നടത്തിയ പോരാട്ടങ്ങളുടെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, KM മൗലവി, മൊയ്ത് മൗലവി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, സനാഉള്ള മക്തിത്തങ്ങൾ അടക്കമുള്ള മഹാപണ്ഡിതന്മാരുടെ ഒരുപാട് മുസ്ലിം പരിഷ്കർത്താക്കളുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങൾ അതിന്റെ പിന്നിലുണ്ട് എന്നത് കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും വ്യക്തമാകും. ആ പോരാട്ടങ്ങളുടെ വിജയമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്, നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ പോലും ഇനിയിപ്പോ പ്രവാചകന്റെ കാലഘട്ടം ഞാൻ പറഞ്ഞു. അതിനുശേഷം ലോകാടിസ്ഥാനത്തിൽ എത്രയോ സ്ത്രീകൾ ഇന്ത്യയിൽ
ബായി ബീഗം മൗലാന ഷൗക്കത്ത് അലിയുടെയും മൗലാന മുഹമ്മദ് അലിയുടെയും ഉമ്മയാണ്. ഗാന്ധിജിയോടൊപ്പം സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്ത സഹോദരി. വിദ്യാഭ്യാസ രംഗത്ത് മക്കൾക്ക് ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം നൽകി സ്വതന്ത്ര സമര പോരാട്ട രംഗത്തേക്ക് ഇറക്കി ഗാന്ധിജിയോടൊപ്പം പോരാട്ടത്തിനിറങ്ങിയ വിദ്യാഭ്യാസം നേടി എത്രയോ സഹോദരിമാരുടെ ചരിത്രം ഇന്ത്യക്ക് പറയാനുണ്ട്, കേരളത്തിന് പറയാനുണ്ട്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഏതെങ്കിലും ആളുകളുടെ പ്രസ്താവനയിൽ തൂങ്ങി ഒരു സമുദായത്തെയും ഒരു മതത്തെയും ആക്ഷേപിക്കുന്നത് വളരെ ഇന്ന് വളർന്നു വരുന്ന ഇസ്ലാം വിരുദ്ധതയുടെ ഒരു ബഹിസ്ഫുരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ മാത്രമേ കഴിയൂ. തീർച്ചയായും. ശ്രീമതി അഡ്വക്കേറ്റ് ബബില, ഈ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സംഘടന മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗം മാത്രമാണോ സ്ത്രീകൾക്ക് കുറച്ചിങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വെക്കുന്നത്? എന്താ തോന്നുന്നത്? ഒരു മതവിഭാഗമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മതവിഭാഗത്തിന് ഈ പറയുന്ന പോലെ അധികാരി, ദാനം കിട്ടേണ്ടവർ എന്ന് പറയുന്ന വിവേചനം, ഒരുപാട് വിവേചനമുള്ള ഗ്രൂപ്പുകളായിട്ട് മതവിഭാഗം വരുവാണ്. ആ വിവേചനമാണ് ഇതിനൊക്കെ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അധികാരി ദാനം കിട്ടുന്നവനോട് അല്ലെങ്കിൽ വാങ്ങുന്നവനോട്, ദാനം നൽകുന്നവൻ പറയുന്ന അധികാരത്തിന്റെ സ്വരമായിട്ടാണ് ഈ ഒരു ഇതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എനിക്ക് മുൻപ് സംസാരിച്ചവര് തന്നെ പറഞ്ഞു, അവരുടെ വീട്ടിലുള്ള സംസ്ഥയിൽ ഇപ്പം സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നവരുടെ വീട്ടിലുള്ള വിദ്യാഭ്യാസം, ആളുകളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറഞ്ഞു. അവരൊക്കെ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അവരൊക്കെ ഈ പറയുന്ന പോലെ മാനദണ്ഡങ്ങൾ അനുസരിക്കുന്ന ആളുകളല്ല, അല്ലെങ്കിൽ അനുസരിക്കേണ്ടിയവരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ സംസാരിക്കുമ്പോഴത്തേന്. അങ്ങനെയുണ്ടെങ്കിൽ ദാനം അല്ലെങ്കിൽ ഹെൽപ്പ് ചോദിക്കുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് കിട്ടേണ്ടതായിട്ടുള്ള ആളുകളിലേക്ക് എത്തുമ്പോഴാണ് അവർ ഈ മാനദണ്ഡങ്ങൾ വെക്കുന്നതും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവരൊക്കെ പറയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ അതൊരു അധികാരത്തിന്റെ സ്വരമാണെന്നും ആ അധികാരത്തിന്റെ സ്വരം സെക്യുലർ അല്ലാന്നും ഇത് കോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ നമ്മളുടെ നാടിന് ചേരുന്ന ലീഗൽ സിസ്റ്റത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, എന്നെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിക്കിനായിട്ട് ഒരിക്കലും എതിരല്ല. കാരണം ഞാൻ ജീവിച്ചതോ ഞാൻ ജനിച്ചതോ ഞാൻ വളർന്നതോ ആയിട്ടുള്ള എപ്പോഴും എൻ്റെ ചുറ്റുമുള്ള ഒരു കാര്യം തന്നെയാണ് ഇസ്ലാമിക് മതം എന്ന് പറയുന്നത്. അത് ഞാൻ ഉപേക്ഷിച്ചത് കൊണ്ട് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടേ എനിക്ക് തോന്നാറില്ല. സോ അതിന് ഇസ്ലാമോഫോബിയ ബാധിച്ചിട്ടുള്ള ആളുകൾ പുറത്തുനിന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയില്ല. സോ ഞങ്ങളെ പോലെയുള്ളവരെ ആണ് ഇപ്പം എന്താ പറയുക ഇതുപോലെയുള്ള ആളുകൾ എതിർക്കുന്നത്. അത് നമ്മൾ നിങ്ങളുടെ ഹെൽപ്പ് അല്ലെങ്കിൽ ഈ ഇതുപോലെയുള്ള ഗ്രൂപ്പുകളുടെ ഹെൽപ്പ്, ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെൽപ്പ് ചോദിച്ചു ചെന്നപ്പോൾ കിട്ടാതെ നമ്മൾ സ്വന്തം ഈ പറയുന്ന പോലെ സ്വന്തമായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ മുന്നോട്ട് വന്ന് നേടിയെടുത്തിട്ടുള്ളതിനാൽ നമുക്ക് ഇരുന്നിട്ട് നമ്മൾ ഒരിക്കലും ഈ അധികാരത്തിന്റെ സൗണ്ട് കേൾക്കണ്ട എന്ന് തന്നെ പറയാൻ പറ്റുന്നുണ്ട്. തീർച്ചയായും. ശ്രീ ഒ അബ്ദുള്ള, ഇതുപോലെ ഈ പല അധികാരികളുടെയും സംഘടനകളുടെയൊക്കെ ഇത്തരം നിലപാടുകളും പ്രസ്താവനകളൊക്കെ വരുമ്പോൾ അതിൽ പെട്ടുപോകുന്ന ഒരു വിഭാഗം മുസ്ലിം പെൺകുട്ടികളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അവരോട് എന്താ പറയുക? അവർ ആ ഒരു അതിർവരമ്പ് പുറത്ത് കിടക്കാൻ തുടങ്ങിയാൽ അഹങ്കാരിയായി, ദുർനടപ്പുകാരിയായി, അത് പേടിച്ചിട്ട് ഒതുങ്ങി പോകുന്നവരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അവരോട് ധാരാളം പറയാനുണ്ട്. അവർ ഇപ്പോൾ ഉദാഹരണമായിട്ട് അമേരിക്കയിലെ ബൈഡന്റെ അഴിമതി അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ബ്രിട്ടന്റെ നിലപാട് തിരുത്തണം, ഇമാതിരി മുദ്രാവാക്യങ്ങൾ അവരുടെ മാതൃസംഘടനകൾ വിളിച്ചു കൊടുക്കുമ്പോൾ അത് വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കേണ്ടിവരല്ല. അവർ പള്ളികളിലേക്ക് മാർച്ച് ചെയ്യണം. ഞാൻ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പറയുന്നത്. ഞാൻ ചില പള്ളികളിലൊക്കെ ഭാരവാഹി കൂടിയാണ്. പള്ളികളിലേക്ക് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് മുസ്ലിം സ്ത്രീകളെ അനുവദിക്കുന്നില്ല? എവിടെയാണ് സ്ത്രീകൾക്ക് എക്സംഷൻ ഉള്ളത്? അപ്പോൾ ഞാൻ ചേന്നമംഗലൂർ എന്ന് പറയുന്ന ഒരു ഉത്ബുദ്ധമായ പ്രദേശത്ത് ജനിച്ച് വളർന്നവരാണ്. ഞങ്ങളുടെ നാട്ടിലെ എല്ലാ പള്ളിയിലും സ്ത്രീകൾ പള്ളിയിലേക്ക് വരുന്നുണ്ട്. പള്ളി കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. ചേന്നമംഗലൂർ ഉദയമംഗലം ജുമാഅത്ത് പള്ളിയിൽ സ്ത്രീകൾ ഭാരവാഹികളാണ്. പള്ളിയുടെ അകത്ത് വെച്ചിട്ടാണ് യോഗം ചേരാറുള്ളത്. അപ്പോൾ അവർ പള്ളിയിലേക്ക് ആദ്യം തന്നെ മാർച്ച് ചെയ്യുക. 2, അവർക്ക് കൂടി മനസ്സിലാകുന്ന പ്രവാചകൻ ഈ വെള്ളിയാഴ്ചത്തെ ജുമാ ഖുത്ബ, അതായത് വെള്ളിയാഴ്ച ദിവസത്തെ പ്രസംഗം, ആ പ്രസംഗം നടത്തിയത് സദസ്സിന് മനസ്സിലാകുന്ന ഭാഷയിലാണ്. അദ്ദേഹത്തിന് മുമ്പിലുള്ളത് അറബികളാണ്. അതുകൊണ്ട് അദ്ദേഹം അറബി ഭാഷയിലാണ്. ചർച്ചയുടെ സമയം അവസാനിക്കുകയാണ്. ചർച്ച ചെയ്യപ്പെടേണ്ട അറബി ഭാഷ തിരിയുന്നവരാണെങ്കിൽ അങ്ങനെ
തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തായാലും സ്ത്രീകളുടെ, മുസ്ലിം സ്ത്രീകളുടെ ആണെങ്കിലും വിദ്യാഭ്യാസം ആയിക്കോട്ടെ, മറ്റെന്ത് കാര്യം ആയിക്കോട്ടെ, അതിന് ആരും അതിർവരമ്പൊന്നും നിശ്ചയിക്കേണ്ട കാര്യമല്ല. അത് സ്ത്രീകളുടെ അവകാശമാണ്, അവരാണ് അത് നിശ്ചയിക്കേണ്ടത്. എന്തായാലും ഇതിനൊരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കാം. ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.